ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഓവർസിയർ ഗ്രേഡ് 3ക്ക് വേണ്ടിയിട്ടുള്ള ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻ്റെ 15ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ. ഒരു വെള്ളത്തിന്റെ ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് എങ്ങനെയാണ് റിമൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ആദ്യം ഹാർഡ്നെസ് എന്താണെന്ന് പറയാം. ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും കാർബണേറ്റ്സോ ബൈകാർബണേറ്റ്സോ അല്ലെങ്കിൽ ക്ലോറൈഡോ സൾഫൈറ്റോ നൈട്രേറ്റോ ഒക്കെ വെള്ളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഹാർഡ്നെസ് എന്ന് പറയാം. അപ്പൊ 2 ടൈപ്പ് ഹാർഡ്നെസ് ഉണ്ട്. ഒന്ന് ടെമ്പററി ഹാർഡ്നെസ്സും രണ്ടാമത്തെ പെർമനന്റ് ഹാർഡ്നെസ്സും. ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാർഡ്നെസ് ആണ് ടെമ്പററി ഹാർഡ്നെസ്. ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാവാനുള്ള കാരണം കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും കാർബണേറ്റ്സും ബൈകാർബണേറ്റ്സും കാരണമാണ്. കാൽഷ്യം കാർബണേറ്റോ കാൽഷ്യം ബൈകാർബണേറ്റോ മഗ്നീഷ്യം കാർബണേറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിന് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ടെമ്പററി ഹാർഡ്നെസ് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് ബോയിലിംഗ്. വെള്ളം എന്ത് ചെയ്യുക, ചൂടാക്കുക. അതല്ലെങ്കിൽ മറ്റൊരു മെത്തേഡാണ് ലൈം ആഡ് ചെയ്യുക. പക്ഷെ ലൈം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിറ്റർ ടേസ്റ്റ് അതിനുണ്ടാവും. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ഹാർഡ്നെസ്സും കൂടെ നമ്മൾ പറഞ്ഞു, പെർമനന്റ് ഹാർഡ്നെസ്. പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡോ സൾഫൈറ്റോ നൈട്രേറ്റോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറയും. പെർമനന്റ് ഹാർഡ്നെസ് സാധാരണ റിമൂവ് ചെയ്യുന്ന ചില പ്രോസസ്സുകളാണ് സിയോലൈറ്റ് പ്രോസസ്സ്, ലൈം സോഡ പ്രോസസ്സ്, ഡീമിനറലൈസേഷൻ പ്രോസസ്സ്. ഇനി ഈ ഓപ്ഷനിലുള്ള ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് ക്ലോറിനേഷൻ ആണ്. ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ ക്ലോറിനേഷൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ടാണ്. ഡിസിൻഫെക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, കൊന്നുകളയാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്, ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും എളുപ്പത്തിൽ ഡിസിൻഫെക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ക്ലോറിനേഷൻ. വൈഡ്ലി അഡോപ്റ്റഡ് ആയിട്ടുള്ള മെത്തേഡാണ്. അടുത്ത ഓപ്ഷൻ കൊയാഗുലേഷൻ ആണ്. കൊയാഗുലേഷൻ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ പാർട്ടിക്കിൾസിനെ സെഡിമെന്റേഷൻ ടാങ്കിൽ നമ്മൾ സെറ്റിൽ ചെയ്യിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഈ ട്രീറ്റ്മെന്റ് പ്രോസസ്സ്, വെള്ളത്തിന്റെ പബ്ലിക് സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള വെള്ളത്തിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പൊ ഈ സെഡിമെന്റേഷൻ പ്രോസസ്സിൽ സെറ്റിലാവാത്ത ചില പാർട്ടിക്കിൾസ് ഉണ്ടാവും വെള്ളത്തിൽ. അപ്പൊ ആ പാർട്ടിക്കിളിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വെള്ളത്തിലോട്ട് ഒരു കൊയാഗുലന്റ് ആഡ് ചെയ്യും. ആ കൊയാഗുലന്റ് ഏറ്റവും വൈഡായിട്ട് ഉപയോഗിക്കുന്ന കൊയാഗുലന്റ് ആണ് ആലം എന്ന് പറയുന്നത്. ആ കൊയാഗുലന്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ കൊയാഗുലന്റും അതേപോലെ തന്നെ ഈ ചെറിയ പാർട്ടിക്കിളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഫ്ലോക്കുകൾ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ഫ്ലോക്കുലേഷൻ എന്ന് പറയാ. എന്നിട്ട് എന്ത് ചെയ്യും, ആ പാർട്ടിക്കിളിന്റെ ഡെൻസിറ്റി കൂടിയത് കാരണം അത് സെറ്റിലാവും. എന്നിട്ട് ആ സെറ്റിൽ ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ റിമൂവ് ചെയ്യും. അപ്പൊ ആ പ്രോസസ്സിനെ, ആ കൊയാഗുലന്റ് ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ കൊയാഗുലേഷൻ എന്ന് പറയാം. ഓക്കെ. ഇനി അടുത്ത ഓപ്ഷൻ ഫിൽട്രേഷൻ ആണ്. ബയോളജിക്കൽ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഫിൽട്രേഷൻ സാധാരണ ചെയ്യാറുള്ളത് ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. സ്ലോ സാൻഡ് ഫിൽറ്ററുകളോ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററുകളോ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഫിൽട്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മൾ ചെയ്യുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇറിഗേഷൻ ഫ്രം വെൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. കിണറിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് ഇറിഗേഷൻ ചെയ്യുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? കിണർ ഒരു ലോവർ എലിവേഷനിലുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ആ ലോവർ എലിവേഷനിൽ നിന്ന് എന്ത് ചെയ്യണം, മുകളിലേക്ക് നമ്മുടെ സർഫസിലോട്ടാണ് എന്ത് ചെയ്യണത്, വെള്ളത്തിനെ നമ്മൾ കൊണ്ടുവരുന്നത്. സോ അതുകൊണ്ട് തന്നെ വെള്ളത്തിനെ ലിഫ്റ്റ് ചെയ്യണം. സോ അങ്ങനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട്, ഒരു ലോവർ എലിവേഷനിൽ കിടക്കുന്ന വെള്ളത്തിനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയാം. വെല്ല അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. പമ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടോ വെള്ളത്തിനെ ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇറിഗേറ്റ് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് എന്ത് പറയാ, ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ആൻസർ ലിഫ്റ്റ് ഇറിഗേഷൻ ആണ്. ബാക്കിയുള്ള ഓപ്ഷൻ നോക്കുക. ഒന്ന് ഡയറക്റ്റ് ഇറിഗേഷൻ. ഡയറക്റ്റ് ഇറിഗേഷനും ഇൻഡയറക്റ്റ് ഇറിഗേഷനും ഉണ്ട്. ഡയറക്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവറിൽ നിന്ന് വെള്ളം എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് ഇറിഗേഷൻ കനാലുകളിലോട്ട് എന്ത് ചെയ്യും, എടുക്കും. എന്നിട്ട് നേരിട്ട് ഫീൽഡിലോട്ട് നമ്മൾ സപ്ലൈ ചെയ്യും. അതായത് അവിടെ വെള്ളത്തിനെ സ്റ്റോർ ചെയ്യാതെ തന്നെ നേരിട്ട് വെള്ളം ഫീൽഡിലോട്ട് സപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഇറിഗേഷൻ എന്ന് പറയാം. അപ്പോൾ ഡയറക്റ്റ് ഇറിഗേഷൻ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് എന്ത്, ഇൻഡയറക്റ്റ് ഇറിഗേഷൻ. ഇൻഡയറക്റ്റ് ഇറിഗേഷന്റെ വേറൊരു പേരാണ് സ്റ്റോറേജ് ഇറിഗേഷൻ. സ്റ്റോറേജ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ
വെള്ളം റിവറിൽ നിന്ന് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൺസർവ് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. മൺസൂൺ സമയത്ത് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുകയും അത് വെള്ളത്തിന് കൂടുതലായിട്ട് ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത സമയത്ത് ഈ സ്റ്റോർ ചെയ്ത് വെച്ച വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ലാൻഡിനെ ഇറിഗേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്റ്റോറേജ് ഇറിഗേഷൻ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇറിഗേഷൻ എന്ന് പറയാം. ഇനി നാലാമത്തെ ഓപ്ഷൻ പെരിനിയൽ ഇറിഗേഷൻ ആണ്. പെരിനിയൽ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ആയിട്ട് വെള്ളം സപ്ലൈ ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, പെരിനിയൽ ഇറിഗേഷൻ എന്ന് പറയാം. അപ്പോൾ ഫീൽഡിലോട്ട് ഒരു സ്പെസിഫിക് ഇന്റർവെല്ലിൽ ഒരു വർഷം മുഴുവൻ എന്ത് ചെയ്യാണ്, വെള്ളം നമ്മൾ സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇറിഗേഷന് വേണ്ടി വെള്ളം സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പെരിനിയൽ ഇറിഗേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്ലംബിംഗ് സിസ്റ്റം ഇൻ വിച്ച് ദ സോയിൽ ആൻഡ് വേസ്റ്റ് പൈപ്പ് ആർ സെപ്പറേറ്റ് ഈസ് കോൾഡ് ആസ്. സോയിൽ പൈപ്പും അതേപോലെ തന്നെ വേസ്റ്റ് പൈപ്പും സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലംബിംഗ് സിസ്റ്റത്തിന് വീടുകളിലൊക്കെ നമ്മൾ വീടുകളിലോ അല്ലെങ്കിൽ ബിൽഡിങ്സിലൊക്കെ നമ്മൾ കൊടുക്കുന്ന പ്ലംബിംഗ് സിസ്റ്റത്തിന് പറയുന്ന പേരെന്താണ്? അതിലുള്ള ചില സിസ്റ്റംസ് ആണ് വൺ പൈപ്പ് സിസ്റ്റം, സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം, ടു പൈപ്പ് സിസ്റ്റം ഒക്കെ. ഓക്കെ, എന്താണ് ഈ പ്ലംബിംഗ് സിസ്റ്റം എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ബിൽഡിങ്സിൽ കൊടുക്കുന്ന പ്ലംബിംഗ് സിസ്റ്റത്തിൽ സോയിൽ പൈപ്പ് എന്ന് പറഞ്ഞാൽ വാട്ടർ ക്ലോസറ്റിൽ നിന്നുള്ള പൈപ്പിനെയാണ് സോയിൽ പൈപ്പ് എന്ന് പറയാ. ആ സോയിൽ പൈപ്പും അതേപോലെ തന്നെ വേസ്റ്റ് പൈപ്പും ഒരു പൈപ്പിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, അവിടെ വെന്റിലേഷൻ പൈപ്പ് സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ സിസ്റ്റം ഓഫ് പ്ലംബിങ്ങിന് പറയുന്ന പേരാണ് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. ഇനി വൺ പൈപ്പ് സിസ്റ്റം ഉണ്ട്. വൺ പൈപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിൽ പൈപ്പും വേസ്റ്റ് പൈപ്പും ഒരേ പൈപ്പിലൂടെ തന്നെയാണ് പോവുക. പക്ഷെ അതിന് എന്ത് ചെയ്യുന്നുണ്ടാവും, സെപ്പറേറ്റ് വെന്റിലേഷൻ പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തതിനെ വൺ പൈപ്പ് സിസ്റ്റം എന്ന് പറയും. ഇനി സോയിൽ പൈപ്പും വേസ്റ്റ് പൈപ്പും രണ്ട് സെപ്പറേറ്റ് വെർട്ടിക്കൽ പൈപ്പുകളായിട്ടാണ് പുറത്തേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ, രണ്ടിനും സെപ്പറേറ്റ് വെന്റിലേഷൻ സിസ്റ്റം, വെന്റിലേഷൻ പൈപ്പുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ടു പൈപ്പ് സിസ്റ്റം. അപ്പൊ നമുക്കറിയാം, രണ്ട് സോയിൽ പൈപ്പും വേസ്റ്റ് പൈപ്പും സെപ്പറേറ്റ് പൈപ്പുകളായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് ടു പൈപ്പ് സിസ്റ്റം എന്നാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്, ടു പൈപ്പ് സിസ്റ്റം. ഇനി നാലാമത്തത് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ സേഫ്റ്റി വാൽവ് ഫോർ എ ഡാം. ഒരു ഡാമിന്റെ സേഫ്റ്റി വാൽവ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, വിയർ, സ്പിൽവേ, ബാരേജ്, ഗാലറീസ്. ഡാം ഇങ്ങനെ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്ത് അത് നിറയുകയാണെന്നുണ്ടെങ്കിൽ, അതിന്റെ കപ്പാസിറ്റിയുടെ മുകളിലേക്ക് വെള്ളം പോവുകയാണെന്ന് തോന്നുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഡാം തുറന്നു വിടും അല്ലേ. ആ ഡാം തുറന്നു വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള വാട്ടറിനെ പുറത്തോട്ട് വിടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡാം തുറക്കുന്നത്. അപ്പൊ ആ ഡാം തുറക്കുന്നത് എവിടെയാണ്, സ്പിൽവേയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, വെള്ളം പുറത്തോട്ട് പോണത്. എക്സസ് ആയിട്ടുള്ള വെള്ളത്തിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള, ഡാമിൽ കൊടുത്തിട്ടുള്ള ഓപ്പണിങ്ങിനെയാണ് നമ്മൾ സ്പിൽവേ എന്ന് പറയാം. അപ്പോൾ ഡാമിന്റെ സേഫ്റ്റി വാൽവ് എന്ന് പറഞ്ഞാൽ ഏതാണ്, സ്പിൽവേ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഡാമിന് ഷട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും മോൾ ഭാഗത്ത്. വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഷട്ടർ ചെറുതായിട്ട് റൈസ് ചെയ്യുമ്പോൾ വെള്ളം എന്ത് ചെയ്യും, പുറത്തോട്ട് ഒഴുകിപ്പോകും. അപ്പോൾ ആ ഡാം കെട്ടിയിട്ടുള്ള എന്താണ്, ഒരു സ്റ്റോറേജ്, ഒരു റിസർവോയർ ആണ്. അപ്പൊ ആ റിസർവോയറിൽ വെള്ളത്തിന്റെ ലെവൽ ക്രമാതീതമായി ഉയരുമ്പോൾ സ്പിൽവേ തുറക്കും. സ്പിൽവേയിലൂടെ വെള്ളം എന്ത് ചെയ്യും, പുറത്തോട്ട് വരും. ഈ രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളതും എന്താണ്, ഒരു സ്പിൽവേ ആണ്. ഇങ്ങനത്തെ സ്പിൽവേനെ നമ്മൾ പറയുന്ന പേര് ഷാഫ്റ്റ് സ്പിൽവേ എന്നാണ്. അതായത് ഒരു വലിയ ഹോള് എന്ത് ചെയ്യുന്നുണ്ടാവും, റിസർവോയറിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ആ ഹോളിലൂടെ എന്ത് ചെയ്യും, അതിനൊരു ഔട്ട്ലെറ്റ് ഉണ്ടാവും. ഔട്ട്ലെറ്റിലോട്ട് എന്ത് ചെയ്യും, ആ വെള്ളം ഒഴുകിപ്പോകും. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നോക്കുക. ഒന്ന് വിയർ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ. വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്ടർ ലെവലിനെ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ സാധാരണ കനാലിലോട്ടൊക്കെ വെള്ളം തിരിച്ചുവിടുന്ന സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുക, വിയേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അവിടെ വെള്ളത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ കനാലിലോട്ട് വെള്ളം തിരിച്ചുവിടുമ്പോൾ ഒരു ലെവല്, വാട്ടറിന്റെ ലെവല് റൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വിയേഴ്സ് ഉപയോഗിക്കും. തടയണ എന്നൊക്കെ പറയും. ഓക്കെ, അടുത്ത ബാരേജ്. ബാരേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നാച്ചുറൽ സ്ട്രീമിന് കുറുകെ ആയിക്കൊണ്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന എല്ലാ സ്ട്രക്ചേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം, ബാരേജ് എന്ന് പറയാം. ഡാം എന്താണ്, ഒരു ബാരേജ് ആണ്. വിയർ ഒരു ബാരേജ് ആണ്. ഓക്കെ, അടുത്തത് ഗാലറീസ്. ഗാലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാമിന്റെ ലെങ്ത് വൈസിലൂടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന പാത്തിനെയാണ് ഗാലറീസ് എന്ന് പറയാം. ഇൻഫിൽട്രേഷൻ ഗാലറീസ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻസ്പെക്ഷൻ ഗാലറീസ് ഉണ്ട്. വെള്ളത്തിനെ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുള്ള വെള്ളത്തിനൊക്കെ ഒഴുക്കി വിടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഡാമിന്റെ ലെങ്ത് വൈസിൽ ലോഞ്ചിറ്റ്യൂഡിനലി നമ്മൾ കൊടുക്കുന്ന പാത്തിനെയാണ് ഇൻഫിൽട്രേഷൻ ഗാലറീസ് എന്ന് പറയാം. അതേപോലെ തന്നെ ഡാമിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോ, ബലക്ഷയം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാമിനെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ആ ലെങ്ത് വൈസിൽ ഡാമിനകത്തുകൂടി കൊടുക്കുന്ന പാത്തിനെയാണ് നമ്മൾ ഇൻസ്പെക്ഷൻ ഗാലറീസ് എന്ന് പറയാം. അപ്പൊ ഗാലറി എന്ന് പറയുന്നത് ഡാമിനകത്ത് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്.
either for inspection or for infiltration paths. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ട്രാപ്പ് കോമൺലി യൂസ്ഡ് ഇൻ ഇന്ത്യൻ വാട്ടർ ക്ലോസറ്റ്. ഇന്ത്യൻ വാട്ടർ ക്ലോസറ്റുകളിൽ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ട്രാപ്പുകൾ ഏതാണ്? എന്താണ് ഈ ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ട്രാപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ക്ലോസറ്റിന്റെ ഒക്കെ ഔട്ട്ലെറ്റ് കൊടുക്കുന്ന അവിടെ ആ ക്ലോസറ്റിന്റെ ഔട്ട്ലെറ്റിൽ ഒരു ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു വാട്ടർ സീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രാപ്പ് കൊടുക്കുന്നത്. എന്തിനാണ് വാട്ടർ സീല് കിട്ടുന്നത്? നമ്മൾ ക്ലോസറ്റിൽ നിന്ന് പോകുന്ന പൈപ്പ് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? സെപ്റ്റിക് ടാങ്കിലോട്ടായിരിക്കും. അപ്പോൾ ആ വേസ്റ്റ് പോകുമ്പോൾ ആ സെപ്റ്റിക് ടാങ്കും അതേപോലെ തന്നെ അവിടെ വാട്ടർ സീല് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള ഫൗൾ ഗ്യാസസ് ഒക്കെ എന്ത് ചെയ്യും? നമ്മുടെ പൈപ്പിലൂടെ അകത്തോട്ട് വരും. ആ വാട്ടർ സീൽ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലോസറ്റിലൂടെ ആ റൂമിലോട്ടോ അല്ലെങ്കിൽ ആ ബാത്റൂമിലോട്ടോ ഒക്കെ എന്ത് ചെയ്യും? പരക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ട്രാപ്പുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ക്ലോസറ്റുകൾക്ക് മാത്രമല്ല ട്രാപ്പ് കൊടുക്കുക, സിങ്കുകൾക്കും വാഷ് ബേസിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇത്തരത്തിലുള്ള ട്രാപ്പുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ത്യൻ വാട്ടർ ക്ലോസറ്റുകളിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ട്രാപ്പ് എന്ന് പറയുന്നത് പി ട്രാപ്പാണ്. പി ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ രണ്ടാമത്തെ ഫിഗറാണ് പി ട്രാപ്പ്. ഇതിന്റെ ലെഗ് എന്തായിരിക്കും? ഇതിനോട് 90 ഡിഗ്രി ആയിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. ഇതിന്റെ ഇവിടെയാണ് ഇൻലെറ്റ് ഉണ്ടാവുക. ഈ പി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെഗ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക? അതിന്റെ ഔട്ട്ലെറ്റ് ഉണ്ടാവുക. പിന്നെ മറ്റ് ട്രാപ്പുകളാണ് ഒന്ന് യു ട്രാപ്പ്, യു ഷേപ്പിലാണ് ട്രാപ്പ് ഉണ്ടാവുക. ഇവിടെയാണ് വാട്ടർ സീൽ ഉണ്ടാവുക കേട്ടോ. വെള്ളം ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും പോർഷനിൽ എന്ത് ചെയ്യും? വെള്ളം എപ്പോഴും കെട്ടി നിൽക്കും. ഓക്കെ, നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ വെള്ളം ട്രാവൽ ചെയ്തിട്ട് ഇതിലൂടെ പുറത്തോട്ട് പോകും. പക്ഷെ അപ്പോഴും എന്ത് ചെയ്യും? ഇവിടെ വെള്ളം റീറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴും ഈ വാട്ടർ സീൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാപ്പുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എസ് ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ലെറ്റർ ഷേപ്പിലാണ് എന്ത് ചെയ്യുക? എസ് ട്രാപ്പുകൾ ഉണ്ടാവുക. ഇൻലെറ്റ് ഇങ്ങനെയും ഔട്ട്ലെറ്റ് ഇങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അടുത്തത് ടി ട്രാപ്പുകളാണ്. ടി ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഷേപ്പ് ഇവിടെ ടി പോലെ ഉള്ള ഷേപ്പിലാണ് എന്ത് ചെയ്യുക? ട്രാപ്പ് കൊടുത്തിട്ടുണ്ടാവുക. സാധാരണ സിങ്കുകൾക്കോ വാഷ് ബേസിനൊക്കെയാണ് ടി ട്രാപ്പുകൾ കൊടുക്കാറ്. പിന്നെ ബ്ലോക്കുകളൊക്കെ ഉണ്ടായാൽ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനും ടി ട്രാപ്പുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ത്യൻ വാട്ടർ ക്ലോസറ്റിൽ ഉപയോഗിക്കുന്ന ട്രാപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ പി ട്രാപ്പാണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വൈൽ പ്ലാനിങ് ആൻ എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ആസ് ഫാർ ആസ് പോസിബിൾ ദ ക്ലാസ് റൂം ഓർ ലബോറട്ടറി ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ. ഒരു എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുമ്പോൾ ക്ലാസ് റൂമും ലബോറട്ടറീസും ഏത് സൈഡിലാണ് വരേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ നോർത്ത് സൈഡ് എന്നാണ്. അത് ചിലപ്പോൾ കാറ്റും വെളിച്ചവും ഒക്കെ കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നോർത്ത് സൈഡിലാണ് എന്ത് ചെയ്യേണ്ടത്? ക്ലാസ് റൂമും ലബോറട്ടറീസ് ഒക്കെ പ്ലേസ് ചെയ്യേണ്ടത് ഒരു എഡ്യൂക്കേഷണൽ ബിൽഡിങ്ങിൽ. ഓക്കെ, ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വെഞ്ചുറി മീറ്റർ ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ്. വെഞ്ചുറി മീറ്റർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പൈപ്പിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ, പൈപ്പിലൂടെ ഒഴുകുന്ന ലിക്വിഡിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വെഞ്ചുറി മീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. എത്ര ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ട് ആ പൈപ്പിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെഞ്ചുറി മീറ്റർ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, പൈപ്പുകളുടെ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടി മാത്രമേ വെഞ്ചുറി മീറ്റർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ കാണിച്ചിട്ടുള്ള ഫിഗർ ഒരു വെഞ്ചുറി മീറ്ററിന്റെ ഫിഗറാണ്. അതിന് ഒരു ത്രോട്ട് ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു കൺവേർജിങ് പാർട്ടും ഡൈവേർജിങ് പാർട്ടും ഉണ്ടാവും. ഇനി പൈപ്പിലുള്ള പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് മാനോമീറ്റർ. മാനോമീറ്റർ നമ്മൾ ഒരുപാട് ടൈപ്പ് മാനോമീറ്ററുകൾ ഉണ്ട്. യൂട്യൂബ് മാനോമീറ്റർ, ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ, ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്ററുകളൊക്കെ, അങ്ങനെ പല ടൈപ്പ് മാനോമീറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് പൈപ്പിനകത്തൂടെയുള്ള വെള്ളത്തിന്റെ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി. പൈപ്പിലൂടെ ഒഴുകുന്ന ലിക്വിഡിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് പിറ്റോ ട്യൂബ്. പിറ്റോ ട്യൂബ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ആണ് സ്പീഡ് ഓഫ് ലിക്വിഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒക്കെ പൈപ്പിലുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ബേസിക് മാത്തമാറ്റിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വൺ സൈഡ് ഓഫ് എ റെക്ടാങ്കുലർ ഫീൽഡ് ഈസ് 8 മീറ്റർ ആൻഡ് ഇറ്റ്സ് ഡയഗണൽ ഈസ് 10 മീറ്റർ. ദെൻ ദ ഏരിയ ഓഫ് ദ ഫീൽഡ് ഈസ്. ഒരു റെക്ടാങ്കുലർ ഫീൽഡ് തന്നിട്ടുണ്ട്. റെക്ടാങ്കുലർ ഫീൽഡിന്റെ ഒരു സൈഡ് 8 മീറ്റർ ആണ്, അതിന്റെ ഡയഗണൽ 10 മീറ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. റെക്ടാങ്കിൾ വരച്ചു, അതിന് നമ്മൾ ഡയഗണൽ വരച്ചു. അപ്പൊ നമ്മൾ ഇതിന് 2 ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ആയി അല്ലേ. ഒരു ട്രയാങ്കിൾ നമ്മൾ നോക്കുമ്പോൾ ഈ സൈഡ് 10 മീറ്ററും ഈ സൈഡ് 8 മീറ്ററുമാണ്. റെക്ടാങ്കിളിന്റെ പ്രത്യേകത കോർണർ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഈ
അഡ്ജസൻറ്റ് സൈഡ് അല്ലെങ്കിൽ ഈ സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബി സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ, ഡയഗണലാണ് ഏറ്റവും നീളം കൂടിയ സൈഡ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ക്വയർ മൈനസ് ഈ സൈഡിൻ്റെ സ്ക്വയർ 10 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ ചെയ്യുക. അപ്പോൾ റൂട്ട് 36 എന്ന് കിട്ടും. അപ്പോൾ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ആൻസർ 6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി ബി സി എന്ന് പറഞ്ഞ സൈഡ് എന്താണ്, 6 മീറ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് ഇൻറ്റു ഈ സൈഡ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ മതി. ഇപ്പോൾ എൽ ഇൻറ്റു ബി ചെയ്യുമ്പോൾ ഇത് 8 ആണെന്ന് അറിയാം, ഇത് 6 ആണെന്ന് ഇപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ 8 ഇൻറ്റു 6 48 മീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഏരിയ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് എ റൂം ഈസ് എക്സീഡ്സ് ഇറ്റ്സ് ബ്രെഡ്ത്ത് ബൈ 10 ഡെസിമീറ്റർ and its perimeter is 100 decimeter. The cost of carpeting it at ₹5 per meter square is. ഇവിടെ തന്നിട്ടുള്ളത് ഒരു റെക്റ്റാങ്കുലർ റൂം ഉണ്ട്. ആ റെക്റ്റാങ്കുലർ റൂമിൻ്റെ ബ്രെഡ്ത്ത് എത്രയാണോ ആ ബ്രെഡ്ത്തിനേക്കാൾ 10 കൂടെ കൂടുതലാണ്, 10 ഡെസിമീറ്ററും കൂടെ കൂടുതലാണ് അതിൻ്റെ ലെങ്ത് ഉള്ളത്. അതിൻ്റെ ആ റൂമിൻ്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റൂം കാർപ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 മീറ്റർ സ്ക്വയറിന് 5 രൂപ എന്നുള്ള നിരക്കിൽ കാർപ്പറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര കോസ്റ്റ് വരുന്നതാണ് ചോദ്യം. ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം ലെങ്ത് കണ്ടുപിടിക്കണം, ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണം, പിന്നെ പെരിമീറ്റർ തന്നിട്ടുണ്ട്, അത് വെച്ച് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ആ ഏരിയ വെച്ച് കോസ്റ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലോട്ട് വരണം. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ഡെസിമീറ്ററിലും അതേപോലെ തന്നെ മീറ്റർ സ്ക്വയറിലും ആണ് രണ്ട് യൂണിറ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ലെങ്ത്തും ബ്രെഡ്ത്തും പെരിമീറ്ററും ഒക്കെ കണ്ടുപിടിക്കേണ്ടത് ഡെസിമീറ്ററിലാണ്. എന്നിട്ട് മീറ്റർ സ്ക്വയറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കാർപ്പറ്റിംഗ് ഏരിയയുടെ കോസ്റ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെസിമീറ്ററിനെ എന്തായാലും മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ് വെച്ച് നമുക്ക് തുടങ്ങാം. നമുക്ക് എന്ത് ചെയ്യാം, റെക്റ്റാങ്കുലർ ഫിഗർ വരയ്ക്കാം. ആ റെക്റ്റാങ്കുലർ ഫിഗറിന് തന്നിട്ടുള്ളത് ലെങ്ത് ഓഫ് എ റൂം എക്സീഡ്സ് ഇറ്റ് ബ്രെഡ്ത്ത് ബൈ 10 ഡെസിമീറ്റർ എന്നാണ്. ബ്രെഡ്ത്ത് എത്രയാണോ, അപ്പോൾ ബ്രെഡ്ത്ത് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് അറിയില്ല, ബ്രെഡ്ത്തിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ്ത്തിനേക്കാൾ 10 ഡെസിമീറ്റർ കൂടുതലാണ്, അപ്പോൾ എക്സ് പ്ലസ് 10. ഓക്കെ, ഇനി അടുത്തത് തന്നിട്ടുള്ളത് അതിൻ്റെ പെരിമീറ്റർ 100 ഡെസിമീറ്റർ. എന്താണ് ഈ പെരിമീറ്റർ? റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡുകളെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഈ സൈഡ്. ഓക്കെ, ഈ റെക്റ്റാങ്കിൾ സംബന്ധിച്ചിടത്തോളം ഈ സൈഡും സെയിം ആണ്, ഈ രണ്ട് സൈഡുകളും സെയിം ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഒരു ഇക്വേഷൻ നമ്മൾ ആദ്യം ഫോം ചെയ്യുകയാണ്. പെരിമീറ്റർ ഇത് പ്ലസ് ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഈ സൈഡാണ്. സോ നമുക്ക് എഴുതാം 2 ഇൻറ്റു എക്സ് പ്ലസ് 10 പ്ലസ് എക്സ്. ഇതിൻ്റെയും 2 ഇരട്ടിയാണ് അതിൻ്റെ ടോട്ടൽ പെരിമീറ്റർ, വിച്ച് ഈസ് ഈക്വൽ ടു 100. എന്നിട്ട് ഈ ഇക്വേഷൻ അങ്ങോട്ട് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ എക്സും കൂട്ടി 2x കിട്ടും, പ്ലസ് 10 2x പ്ലസ് 10 എന്ന് കിട്ടി. 2നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ 4x പ്ലസ് 20 എന്ന് കിട്ടും. അപ്പോൾ 4x പ്ലസ് 20 100 എന്ന് കിട്ടി. അപ്പോൾ 4x 80 ആയിരിക്കും, ഈ 20നെ പുറത്തോട്ട് കൊണ്ടുപോകുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്, 20 എന്ന് നമുക്ക് കിട്ടി. എക്സ് 20 എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ് എന്ത്, 20 മീറ്റർ എന്നുള്ളത്, 20 ഡെസിമീറ്റർ എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് എത്ര ഉണ്ടാവും, 20 പ്ലസ് 10 ഉണ്ടാവും, ദാറ്റ് ഈസ് 30 ഡെസിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ലെങ്ത്ത് 30 ഡെസിമീറ്ററിനും ബ്രെഡ്ത്ത് 20 ഡെസിമീറ്ററിനും നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും അല്ല, മറിച്ച് എന്താണ്, ഇതിൻ്റെ കാർപ്പറ്റിംഗ് ഏരിയയുടെ കോസ്റ്റാണ്. പക്ഷേ കാർപ്പറ്റിംഗ് ഏരിയയുടെ കോസ്റ്റ് തന്നിട്ടുള്ളത് മീറ്റർ സ്ക്വയറിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ 2 ഡെസിമീറ്ററിൽ കിട്ടിയിട്ടുള്ള വാല്യൂസിനെയും നമുക്ക് എന്ത് ചെയ്യണം, മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഒരു ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/10 ഓഫ് എ മീറ്റർ ആണ്. ശരിക്കും ശ്രദ്ധിക്കുക, 10 ഭാഗമാണ് ഒരു ഡെസിമീറ്റർ. 1 ഡെസിമീറ്റർ ഇസ് ഈക്വൽ ടു 1/10 ഓഫ് എ മീറ്റർ, അതായത് 0.1 മീറ്റർ ആണ് ഒരു ഡെസിമീറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡെസിമീറ്ററിൽ കിട്ടിയിട്ടുള്ളതിനെ 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, മീറ്റർ കിട്ടും. അപ്പോൾ ലെങ്ത്ത് 30 ഇൻറ്റു 0.1 എന്ന് പറഞ്ഞാൽ 3 മീറ്റർ, ബ്രെഡ്ത്ത് 20 ഇൻറ്റു 0.1 എന്ന് പറഞ്ഞാൽ 2 മീറ്റർ. അപ്പോൾ എന്ത് ചെയ്തു, ലെങ്ത്ത് 3ഉം ബ്രെഡ്ത്ത് 2 മീറ്ററും കിട്ടി. ഇനി കാർപ്പറ്റിംഗ് ഏരിയയുടെ കോസ്റ്റ് ആണെങ്കിൽ ആദ്യം ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 ചെയ്തു 6 മീറ്റർ സ്ക്വയർ എന്ന്. അപ്പോൾ മൊത്തം ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 6 മീറ്റർ സ്ക്വയർ ആണ്. അതിൽ 1 മീറ്റർ സ്ക്വയറിന് 5 രൂപയാണ് കാർപ്പറ്റിംഗ് ഏരിയയുടെ കോസ്റ്റ്. ഓക്കെ, 1 മീറ്റർ സ്ക്വയറിന് 5 രൂപ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6 മീറ്റർ സ്ക്വയറിന് 6 ഇൻറ്റു 5 ചെയ്യുക, 30 എന്ന് കിട്ടും. സോ 30 രൂപയാണ് ഈ റെക്റ്റാങ്കുലർ ഏരിയ കാർപ്പറ്റ് ചെയ്യാനുള്ള കോസ്റ്റ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ₹30. ഇത് എളുപ്പത്തിൽ ഇതിങ്ങനെ എലാബറേറ്റ് ചെയ്ത് എഴുതിയതാണ്. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഇത്രയൊന്നും സ്റ്റെപ്പുകളൊന്നും എഴുതി വെക്കാതെ തന്നെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം.
ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, എ റെക്ടാങ്കുലർ പ്ലോട്ട് ഓഫ് 10 മീറ്റർ ലോങ് ആൻഡ് 8 മീറ്റർ വിഡ്ത്ത് ഈസ് സറൗണ്ടഡ് ബൈ എ റോഡ് ഓഫ് 2 മീറ്റർ വൈഡ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റോഡ്. ഒരു റെക്ടാങ്കുലർ ഏരിയ, റെക്ടാങ്കുലർ പ്ലോട്ട് ഉണ്ട്, 10 മീറ്റർ നീളം, 8 മീറ്റർ വീതി. അതിന് ചുറ്റും 2 മീറ്റർ വീതിയുള്ള ഒരു റോഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ റോഡിന്റെ ഏരിയ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യന് പിന്നെ ചിലപ്പോൾ പ്ലോട്ട് എന്നുള്ളതിന് പകരം പാർക്ക് നേരം, ഒരു പാർക്കിന്റെ ചുറ്റും എന്തുണ്ട്, ഒരു പാത്ത് ഉണ്ട്, ആ പാത്തിന് എത്രയാണ് വീതി ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റോഡിന്റെ ഏരിയ കേട്ടോ, മൊത്തം റോഡിന്റെ ഏരിയ. അപ്പം നമുക്ക് ഈ റോഡിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുത്തുകൊണ്ട് ചിലർ എന്ത് ചെയ്യും, ഈ ചോദ്യം ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ നീളം ഇൻറ്റു വീതിയാണ് നമുക്കറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനൊക്കെ റെക്ടാങ്കിൾസ് ആയിട്ട് എന്ത് ചെയ്യും, കട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെങ്ത്ത് എത്രയാണ് നോക്കുക, 8 + 2 + 2 12 എന്ന് കിട്ടും. 12 × 2 ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ഇവിടെ ചെയ്യും, പിന്നെ ഇത് ചെയ്യും, പിന്നെ ഇത് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ സമയം കളയാതെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, വലിയ റെക്ടാങ്കിളുടെ, ഇതിപ്പോൾ റെക്ടാങ്കിൾ ആവാം, സ്ക്വയർ ആവാം, സർക്കിൾ ആവാം, എന്താണെന്നുണ്ടെങ്കിലും ആ വലിയ ഏരിയയിൽ നിന്ന് ചെറിയ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ റോഡിന്റെ ഏരിയ കിട്ടും. അപ്പോൾ ആദ്യം ഈ റെക്ടാങ്കിൾ എന്ത് ചെയ്യുക, വലിയ റെക്ടാങ്കിളിന്റെ ഏരിയ നമ്മൾ കാണാം. അപ്പോൾ നമുക്കറിയാം ഉള്ളിലുള്ള പ്ലോട്ടിന്റെ ഏരിയയാണ്, പ്ലോട്ടിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തുമാണ് തന്നിട്ടുള്ളത്. ഈ പ്ലോട്ട് ഈ സൈഡ് 10ഉം ഇത് 2ഉം കൂടെ ആകുമ്പോൾ ഈ ലെങ്ത്ത് 14 മീറ്ററിന് കിട്ടും. ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കുമ്പോൾ ഇത് 8, ഇങ്ങോട്ട് 2, ഇങ്ങോട്ട് 2 ആകുമ്പോൾ ഇത് 12 മീറ്ററിന് കിട്ടും. അപ്പോൾ വലിയ റെക്ടാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 14 × 12 ആണ്. 14 × 12 168 m² കിട്ടും. ചെറിയ റെക്ടാങ്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 10 × 8 ആണ്, അതായത് 80 എന്ന് കിട്ടും. അപ്പോൾ ഈ വലുതിൽ നിന്ന് ഈ ചെറുത് കുറച്ച് കളയാന്ന് പറഞ്ഞാൽ ബാക്കി എന്താണ്, റോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 168ൽ നിന്ന് 80 കുറയ്ക്കുക. അപ്പോൾ 88 m² എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാം, സമയം കളയാതെ എളുപ്പത്തിൽ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ മാത്തമാറ്റിക്കലായിട്ടുള്ള ബേസിക് മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ 3rd ഗ്രേഡ് ഓവർസിയറിന് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക് മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് പിന്നെ ചില ടിപ്പുകളിലൂടെ പഠിച്ചിട്ട് പോവുക. അപ്പോൾ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, സമയം കളയാതെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.